ആത്മാവ്, പ്രാവുകൾ, അതേപോലെ കേരളത്തിലെ മലയാളികളുടെ, പ്രബുദ്ധരായ മലയാളികളുടെ വോട്ടിംഗ് ഹാബിറ്റ്സ്, ഈ 3 സാധനങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? നമുക്കൊന്ന് പരിശോധിക്കാം. ചില ഗോത്ര സമൂഹങ്ങളിൽ ആൾക്കാർ കിടന്നുറങ്ങുമ്പോൾ അവരെ വിളിച്ചുണർത്താറില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മാക്കൾ സ്വപ്ന ലോകത്തിൽ ഇവരിതിങ്ങനെ പരതി നടക്കും. അപ്പോൾ അബദ്ധവശാൽ ഈ വിളിച്ചുണർത്തുന്ന സമയത്ത് ആത്മാവ് വല്ലയിടത്തും ഇങ്ങനെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് തിരിച്ചു വരില്ല. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളൊരു കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ഓഫ് ആയിട്ടുണ്ടെങ്കിൽ കളിയുടെ ഏത് സ്റ്റേജിലാണോ കളിക്കാരൻ നിൽക്കുന്നത് അത് മൊത്തം ഇറേസ് ആയിപ്പോവും. ആ ആത്മാവ് അപ്രത്യക്ഷമാവും. അപ്പോൾ ഇന്നും പല ഗോത്ര സമൂഹങ്ങളിൽ, ഇപ്പോൾ ഓസ്ട്രേലിയ, ആൻഡമാൻ ദ്വീപുകളിൽ ആത്മാക്കളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുള്ള മനുഷ്യരുണ്ട്. സ്ഥിരം ഈ പരമ്പരാഗത യുക്തിവാദികൾ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കിതാബുകളിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മതത്തിൽ നിന്നുമാണ് വിശ്വാസങ്ങൾ ഉണ്ടായി വന്നതെന്ന്. യഥാർത്ഥത്തിൽ മതങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ മതങ്ങൾ നാച്ചുറലി പരിണമിച്ച് ഇവോൾവ് ചെയ്യുന്നൊരു കാര്യമാണ്. മനുഷ്യൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ആത്മാവ്, സ്പിരിറ്റ്സ്, കോൺഷ്യസ്നസ്. ഇതിൻ്റെ വിശ്വാസങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ട് അടിഞ്ഞു കൂടിയ ഒരു സാമ്പ്രദായികമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഇതും വോട്ടിങ്ങുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ബന്ധമുണ്ട്. അപ്പോൾ പ്രാകൃത മനുഷ്യൻ്റെ സങ്കല്പങ്ങളിൽ നിന്നും, അവൻ്റെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങളിൽ നിന്നും ആധുനിക മനുഷ്യൻ്റെ വോട്ടിംഗ് ബൂത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് തന്നെ ആത്മാവിനെയാണ്. എഡ്വേർഡ് ബി ടൈലർ എന്ന് പറയുന്ന ഒരു നരവംശ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതം ജീവിച്ച് തീരാത്ത നമ്മളുടെ പൂർവികർ വളരെ ചെറുപ്പത്തിലാണ് പലരും മരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ അവരെങ്ങനെയാണ് നിറവേറ്റുന്നത്? അവരുടെ സങ്കല്പത്തിൽ മരണാനന്തര ജീവിതം അഥവാ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞൊരു സങ്കല്പം അവരുണ്ടാക്കുന്നു. ഈ സങ്കല്പം ഉണ്ടാകുന്നത് സ്വപ്നത്തിൽ നിന്നാണ്. അവർക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത ഒരു ലോകത്തെക്കുറിച്ച് അവർ സങ്കല്പിക്കുകയാണ്. ഈ സങ്കല്പങ്ങളും പ്രപഞ്ചത്തിൽ ഇവർ നേരിട്ട് കാണുന്ന ചില പ്രതിഭാസങ്ങളുടെ ഏജൻറ്റിനെ, അതായത് അവരൊരു ഏജൻറ്റിനെ അവർ നിയമിക്കുകയാണ്, അവർ സങ്കല്പിക്കുകയാണ്. അതിനെയാണ് ഏജൻസി സീക്കിംഗ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഏജൻറ്റിനെ നമ്മളവിടെ പ്രതിഷ്ഠിക്കും. എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു പ്രതിഭാസം നടക്കുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി, ഒരു നമുക്ക് ദൃശ്യമല്ലാത്ത എന്തോ ഒരു ശക്തി ആണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പം. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, പല ജീവികൾക്കും ഇതുണ്ടെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഏജൻറ്റ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെങ്ങനെയാണ് ബോധ്യമാവുന്നത്? നമ്മളെ അതിജീവനത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ചില വിശ്വാസങ്ങളാണ്. നമ്മളൊരു പ്രാകൃത മനുഷ്യനാണ്. കാട്ടിൽ കൂടി, ആഫ്രിക്കൻ സവാനയിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ അവിടെ പുല്ലിനിടയിലൊരു ചലനം. അപ്പോൾ ഈ ചലനം എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് അവൻ ഇറങ്ങി അങ്ങോട്ട് പോകണമോ അതോ ആ ചലനം കണ്ട ഉടനെ എന്നെ തിരിഞ്ഞ് നടക്കണമോ അല്ലെങ്കിൽ തിരിഞ്ഞ് ഓടണമോ? എന്തായിരിക്കും ഐഡിയലായിട്ട് സർവൈവബിലിറ്റിക്ക് ഏറ്റവും അനുയോജ്യമായ അവിടെ എടുക്കേണ്ട ഡിസിഷൻ? അവിടുന്ന് തന്നെ ഒഴിഞ്ഞു മാറിപ്പോവുകയാണെങ്കിൽ ദ ചാൻസസ് ഓഫ് സർവൈവൽ ഈസ് 100%. മറ്റതൊരു 50-50 ചാൻസേ ഉള്ളൂ. ഇതിനെയാണ് പരിണാമ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് HADD അഥവാ HAD, ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിന് ഏതോ ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സങ്കല്പം വിശ്വാസികൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പിന്നെ ഇതാര് സൃഷ്ടിച്ചു? എന്നാൽ പിന്നെ എങ്ങനെ ഇത് നടക്കുന്നു? ഈ ഒരു ഏജൻസി സീക്കിംഗ് ബ്രെയിൻ, ഇത് നമ്മളുടെ പരിണാമപരമായി നമുക്ക് കിട്ടിയ ഒരു സവിശേഷതയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, ആപത്ഘട്ടങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്ലൈറ്റ് റെസ്പോൺസ്. ഇതുകൊണ്ടാണ് പുല്ലനങ്ങുമ്പോൾ അതിലൊരു പുലിയെയും കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണിച്ചു തരുന്നത് ഏതെങ്കിലും ആത്മാവോ ഏതെങ്കിലും ഒരു സ്പിരിറ്റോ ഏതെങ്കിലും ഒരു ദൈവമോ ആണെന്ന് മനുഷ്യന് തോന്നിയത്. പരിണാമപരമായി തന്നെ നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കാനാണ്. അപ്പം നമ്മളുടെ തലച്ചോറിൽ ഇല്ലാത്ത പാറ്റേൺസിനെ, ഇല്ലാത്ത പ്രശ്നത്തെ, ഇല്ലാത്ത അപകടത്തെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളുടെ പാറ്റേൺ സീക്കിംഗ് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത. ഈ പാറ്റേൺ സീക്കിംഗ് ബ്രെയിനിനെ പറ്റി മൈക്കിൾ ഷെർമർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വൈ പീപ്പിൾ ബിലീവ് ഇൻ വിയർഡ് തിങ്സ് എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇത് മനുഷ്യർക്ക് മാത്രം പ്രത്യേകതയുള്ള ഒരു ബിഹേവിയർ അല്ല, ഇത് പക്ഷികളിലുണ്ട്. അവിടെയാണ് BF സ്കിന്നർ വരുന്നത്. 1948 BF സ്കിന്നർ ചെയ്തത് ഇതാണ്. കുറേ പ്രാവുകളെ കുറേ പെട്ടികളിലാക്കി, എന്നിട്ട് സമയക്രമം പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ തന്നെ ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രാവുകളുടെ സ്വഭാവം അനുസരിച്ച് അവർ ചില ചേഷ്ടകളും ഗോഷ്ഠികളും ഒക്കെ അവരിങ്ങനെ കാണിക്കും. ഇങ്ങനെ പെക്കിങ് കണക്ക് കാണിക്കും, തലയിട്ടിങ്ങനെ ബോബിങ് ബിഹേവിയർ കാണിക്കും, ഇങ്ങനെ വട്ടം ചുറ്റും. അപ്പോൾ ഭക്ഷണം അതിൻ്റെ ക്രമം അനുസരിച്ച് ക്രമമില്ലാതെയും ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാവുകൾ കരുതി എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനെ കൊത്തുന്ന ബിഹേവിയറും ഇങ്ങനെ ചുറ്റിക്കിത്തിരിയുന്ന ആക്ഷനും കൊണ്ടാണ് ഭക്ഷണം വരുന്നതെന്നുള്ളൊരു അന്ധവിശ്വാസം ഓരോ പ്രാവുകളും ഉണ്ടാക്കിയെടുത്ത്, പരസ്പരം ബന്ധമില്ലാത്ത, അതായത് ഒരു കൂടിൻ്റെ അകത്ത് നടക്കുന്ന മറ്റേ കൂടിൽ കാണാൻ പറ്റില്ല, എന്നിട്ട് പോലും ഓരോരുത്തരും ഓരോരോ ബിഹേവിയറുകൾ, ഓരോരോ വിശ്വാസങ്ങൾ അവർ സ്വയം ഉണ്ടാക്കിയെടുത്തു. ചില പ്രാവുകൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാണെന്ന് കരുതി, ചില പ്രാവുകൾ ഇങ്ങനെ കൊത്തുന്ന ആക്ഷൻ കാണിച്ചത് കൊണ്ടായി. അപ്പോൾ ഈ വിശ്വാസങ്ങൾ ഉണ്ടായി വരുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പ്രാവ് വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഭക്ഷണം വരുന്നത്. അതങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ. ഭൂമിയിൽ ഇന്നേ വരെയുള്ള 10,000-കണക്കിനുള്ള വിശ്വാസങ്ങളും പരസ്പരം ബന്ധമില്ലാത്ത കൾച്ചേഴ്സ് പോലും സൗത്ത് അമേരിക്കയിലും ഫിജിയിലും ആൻഡമാൻ ഐലൻഡുകളിലും ബ്രസീലിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഐസൊലേറ്റഡ് ആയിട്ടുള്ള അൺകോൺടാക്റ്റഡ് ആയിട്ടുള്ള ഗോത്ര സമൂഹങ്ങളിൽ പോലും ഇതുപോലുള്ള പല അന്ധവിശ്വാസങ്ങളും ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ ഒരു റിവാർഡ് കിട്ടും എന്നുള്ളൊരു തോന്നൽ, അത് പ്രാവുകൾക്ക് മാത്രമല്ല. ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഈ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വരും എന്നുള്ള ഒരു ഹോപ്പ് എന്നുള്ളൊരു ഒരു ഗാമ്പിൾ അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആൽഗറിതംസ് നിങ്ങളെ പ്രാവാക്കി മാറ്റുന്നത്. BF സ്കിന്നറിൻ്റെ അതേ പഠനത്തിൻ്റെ ബെനിഫിറ്റുകളാണ് ഇന്നുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നത്. നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വരും എന്നുള്ള ആ ഒരു ഹോപ്പ്, ഒരു തരം ഗാംബ്ലേഴ്സ് ഫാലസി. ജാക്ക് പോട്ട് അടിക്കുമെന്നുള്ള ഓരോ തവണയും ഇങ്ങനെ പൈസ ഇടുമ്പോൾ അവരുടെ മനസ്സിലും ഓടുന്ന ഇതേ ഫാലസിയാണ്, ഇതേ വിശ്വാസമാണ്. അത് ഓരോ തവണയും അവർക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് പൈസ ഇട്ടുകൊണ്ടേയിരിക്കും, എക്സ്പെക്റ്റിംഗ് എ റിവാർഡ് വെൻ പ്രോബബ്ലി ദേ മേ ബി ഓർ മേ നോട്ട് ബി എ റിവാർഡ്. ഈ BF സ്കിന്നർ പ്രാവുകളിൽ നടത്തിയ അതേ പരീക്ഷണം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടിംഗ് ബൂത്തിലൂടെ നിങ്ങളുടെ പുറത്തും പ്രയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയുള്ള ഒരു വിമർശനമായിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെ കുറിച്ചോ ഒന്നുമല്ല ഈ വീഡിയോ. സാധാരണ മനുഷ്യർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പക്ഷേ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള വിശ്വാസ സങ്കല്പങ്ങളെ, ഇതുപോലുള്ള കണ്ടീഷൻഡ് ബിഹേവിയറിനെ എങ്ങനെ അവർ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇപ്പം നമ്മൾ കേരളത്തിലെ കാര്യം തന്നെ എടുക്കുക. 2006 LDF, 2011 UDF, 2016 LDF, 2021 LDF വീണ്ടും വിജയിച്ചു. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിജയിച്ചത്? അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണോ, അതോ അതിൻ്റെ പിന്നിൽ BF സ്കിന്നറിൻ്റെ പോലത്തെ പ്രാവുകളുടെ മനഃശാസ്ത്രം നിങ്ങളിൽ പ്രവർത്തിച്ചത് കൊണ്ടാണോ? ഇതാണ് സ്കിന്നർ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പ്രതിഫലത്തെ എന്തോ ഈ അവർ ചെയ്യുന്ന എന്തോ പ്രവൃത്തി കൊണ്ടാണെന്ന് പ്രാവുകൾ കരുതി അവരോരോരോ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്തോ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടാകുന്നത്. അതുകൊണ്ട് വോട്ടർമാരെന്ത് ചെയ്യും? അടുത്ത തവണ മറ്റേ ആളിന് അവസരം കൊടുത്തു നോക്കാം എന്ന് കരുതും. അവിടെയും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അവിടെ വോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത തവണ ഇവിടെ വോട്ട് ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സ്ലോട്ട് മെഷീനിൽ പൈസ ഇടുന്നത് പോലെ യു ആർ ജസ്റ്റ് ടെസ്റ്റിംഗ് യുവർ ലക്ക്. ദർ ഇസ് ഓൺലി 50-50 ചാൻസ്. ആ 50-50% ചാൻസിൽ നിങ്ങൾ വെറുതെ ഓരോരോ വോട്ടുകൾ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഈ വോട്ടേഴ്സിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? പാർട്ടിയുടെ കൊടി, ചില കഥകൾ, ചില വീരഗാഥകൾ, അല്ലെങ്കിൽ ചില രക്തസാക്ഷി മണ്ഡപങ്ങൾ, പിന്നെ ചില സിനിമകൾ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് അവർ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ വോട്ടിംഗ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ?
നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പൈതൃകം നോക്കിയും ജാതി നോക്കിയും മതം നോക്കിയും അവരുടെ പാർട്ടിയുടെ ചില സങ്കല്പശാസ്ത്രങ്ങൾ നോക്കിയുമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം കാൻഡിഡേറ്റ്സ് നമ്മൾ എലക്ട് ചെയ്ത് അവിടെ നിർത്തുന്നത് ഈ പ്രത്യയശാസ്ത്രങ്ങൾ പ്രാവർത്തികമാക്കാനല്ല, നമ്മളുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ ആയിരിക്കാം, ബഡ്ജറ്റിംഗ് ആയിരിക്കാം, വെൽഫെയർ, ഫെസിലിറ്റീസ്, ഇതുപോലുള്ള ആവശ്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇവർ നിറവേറ്റാൻ ഇവർ യോഗ്യരാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കാൻഡിഡേറ്റുകൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ എന്താണ്? ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന സാധനം അച്ചടിച്ചിട്ടിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് അവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഓരോ കാൻഡിഡേറ്റിൻ്റെയും മെറിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ കാൻഡിഡേറ്റ് മുഖാന്തരം നടക്കുന്നുണ്ടോ, നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതുപോലെ പൊതുവെ പല പാർട്ടിക്കാരും പറയാറുണ്ട്, അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണ്. ഇങ്ങനെ പറയുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ അപ്പനപ്പൂപ്പന്മാരുണ്ടായിരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളല്ല നമ്മൾ നേരിടുന്നത്. നമുക്ക് ഇന്ന് ഓരോ 5 കൊല്ലം കൂടുന്തോറും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് വരുന്നത്. ഈ പുതിയ പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കാൻഡിഡേറ്റിനെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതോ ഈ പ്രത്യയശാസ്ത്രവും ജാതിയും മതവും നോക്കി മാത്രമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നത് പ്രാവ് വട്ടം കറങ്ങുന്നത് പോലുള്ള ഒരു ശീലമാക്കി മാറ്റരുത്. അത് യുക്തി ഉപയോഗിച്ച് കാൻഡിഡേറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് അവരുടെ കേപ്പബിലിറ്റിയും അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ പ്രവർത്തന മികവും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ഇനിയാണ് നിങ്ങൾ സാധാരണ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇത്രയും സാക്ഷരതയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈക്കിൾ നിലനിൽക്കുന്നത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ തർക്കിക്കാനുള്ള കഴിവും ചാനൽ ചർച്ചയിൽ പോയിരുന്നിട്ട് മറ്റുള്ളവരെ അടിച്ച് നിലംപരിശാക്കുന്ന ഈ ഒരു കഴിവെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടാണ്. അല്ലാതെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ മെറിറ്റിനെ വിലയിരുത്തുകയല്ല അവിടെ ചെയ്യുന്നത്. അറിവിനെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ന്യായീകരണ ഫാക്ടറികളായി മാറുകയാണ്. നിങ്ങളുടെ കോഗ്നിറ്റീവ് ഡിസണൻസിനെ നിങ്ങൾ തിരിച്ചറിയാതെ, നിങ്ങളുടെ ബിഹേവിയറൽ സൈക്കോളജിയെ നിങ്ങൾ പുനഃപരിശോധിക്കാതെ നിങ്ങൾ ഇറങ്ങി ചെന്ന് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ന്യായീകരിച്ച് ജയിക്കുകയാണ് ചെയ്യുന്നത്. യു ആർ ബീങ് കണ്ടീഷൻഡ്. അപ്പോൾ ഈ ന്യായീകരണ ഫാക്ടറികളായിട്ട് നിൽക്കാതെ ഇൻഡിവിജ്വൽസായിട്ട് സ്വന്തം ചിന്താശേഷി ഉപയോഗിച്ച് ഈ പറയുന്ന കണ്ടീഷനിങ്ങിൽ പെട്ടുപോയവരാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാനൊരു കണ്ടീഷൻഡ് അനിമലാണോ, ഓർ എം ഐ തിങ്കിങ് ഫോർ മൈ സെൽഫ്? ഞാൻ സ്വന്തമായിട്ട് തന്നെയാണോ ചിന്തിക്കുന്നത്? ഞാനൊരു ഇൻഡിവിജ്വലാണോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും സ്വയം പരിശോധിക്കേണ്ടത്. ആ കണ്ടീഷനിങ്ങിൽ നിന്നും നമ്മൾ ലിബറേറ്റഡ് ആവുക, അതിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാവുക. എന്നിട്ട് സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായി ഇവാലുവേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കും. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പല വിശ്വാസങ്ങളും, അത് മതവിശ്വാസമായിക്കോട്ടെ രാഷ്ട്രീയ ആശയങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമ്മളായിട്ട് തന്നെ മനസ്സിലാക്കി വായിച്ച് പഠിച്ച് ഒരു കൺക്ലൂഷനിലെത്തിയതാണോ, അതോ നമ്മൾ ആരെങ്കിലും നമുക്ക് കണ്ടീഷൻ ചെയ്ത് സബ്ലിമിനലായിട്ട് പാട്ടുകളിൽ കൂടിയും സിനിമകളിൽ കൂടിയും മുദ്രാവാക്യങ്ങളിൽ കൂടിയുമൊക്കെ നമുക്ക് കിട്ടിയ ഒരു അറിവാണോ? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ആൻഡ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.